ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ സീരീസ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 2 ഫ്ലവേഴ്സ് ഞാനിതിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഈ പേപ്പേഴ്സ് വെച്ചിട്ടും പിന്നെ ഒന്ന് വീട്ടിൽ വേണ്ടാത്ത ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പേപ്പേഴ്സും പിന്നെ ഫെവിക്കോളും കൂടെ ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് 18 രൂപയായിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാ ഐറ്റംസും എനിക്ക് വീട്ടിൽ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചോളുക. കാരണം വലിയ എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഔൺസ് ഗ്ലാസ്സൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുന്നതല്ലേ, ഉണ്ടാവേണ്ടതാണ്. ഇനി ഔൺസ് ഗ്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളാരും ടെൻഷൻ ആവേണ്ട. എന്തെങ്കിലും ചെറിയ നമ്മുടെ ഗ്ലാസ്സൊക്കെ തന്നെ അല്ല, അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെയാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിന് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കതല്ല, ഇങ്ങനെ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ റോസ് പെറ്റൽസ് പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ റെഡ് കളറുള്ള പേപ്പർ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പെറ്റൽസ് കിട്ടും. ഇനി അതല്ല നമ്മൾ ഇതേപോലെ വരച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കേണ്ടി വരും. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരൊറ്റ വര വരച്ചാൽ മാത്രം മതി. പിന്നെ മുകളിൽ കൂടെയും വരയ്ക്കാനുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ പാർട്ടായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ആ 2 പേപ്പേഴ്സും യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 24 പെറ്റൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വലിയ റോസ് കിട്ടണം, ഇനി അതല്ല 1 2 റോസ് കൊടുക്കണം, അപ്പോൾ നമ്മളൊരു ബഞ്ചായിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. എന്തായാലും എനിക്ക് ഈ ഒരൊറ്റ പേപ്പറിൽ നിന്ന് 24 പെറ്റൽസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അതിൽ കുറച്ചെണ്ണം അല്ലാതെ തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വരച്ചിട്ടെടുത്താലും മതി. പിന്നെ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്നതിനും പല മെത്തേഡ്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ പെറ്റൽസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ എപ്പോഴും പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ ടൈമിലും ഒക്കെ കുറേ ട്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കുമല്ലോ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്. അതറിയുന്നവരാണെങ്കിൽ അവരവരെ അറിയുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. എനിക്കറിയുന്ന എൻ്റെ ഒരു കുഞ്ഞറിവ് മാത്രം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ ഇത്രയും പെറ്റൽസ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ഇതേപോലെ ഞാനൊരു സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്ക് നിങ്ങൾ നോക്കണ്ട, ഞാനൊരു കബാബ് സ്റ്റിക്ക് പോലെ ഒരു കുഞ്ഞ് സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ വെറും പേപ്പേഴ്സ് തന്നെ നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റിക്കിൻ്റെ മുകളിലാവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു കട്ടിക്ക് നമുക്കൊരു പിടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വെറും പേപ്പേഴ്സ് ആയാലും കുഴപ്പമില്ല. വെറും പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ ചെടിക്ക് ഇങ്ങനെ ഒരു തണ്ട് കൊടുക്കുന്നില്ലേ, അതങ്ങനെയും കൊടുക്കാറുണ്ട്. ഇതേപോലെ ചുറ്റി എടുക്കണമെന്നേ ഉള്ളൂ. അത് കറക്റ്റ് ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനതങ്ങനെ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണേ. പിന്നെ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു വൃത്തി. കാരണം ആ ഉള്ളിൽ ഞാൻ ആ ഈർക്കിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു ഭംഗി ഉണ്ടാവുക. കാരണം ബാലൻസ് ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രസം തോന്നില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോരോ പെറ്റൽസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഇതൊക്കെ കൂടെ ചെയ്യുമ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ മോളെ നോക്കാനാകുമ്പോൾ ഓരോരോ പണികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഇത് പണ്ടൊക്കെ ഞാൻ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്നെടുത്ത് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യുകയല്ലേ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1 അവർ കൂടിപ്പോയാൽ 1 അവറൊക്കെ എടുക്കുകയായിരിക്കും. അത്രയും എടുക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഞാൻ പണ്ട് പ്രിപ്പയർ ചെയ്തപ്പം ഒരുവിധം എല്ലാ ഐറ്റംസും ഞാൻ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളെ ഓരോരോ സിറ്റുവേഷനാണ്, നമ്മുടെ തിരക്കനുസരിച്ചിട്ട്. കാരണം ഇത് മാത്രം ഉണ്ടാക്കിയിരുന്നാൽ മതിയാവില്ലേക്ക്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്നും ഇങ്ങനെ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നണ്ട. ഇതൊക്കെ ഒട്ടിക്കുന്നത് പെട്ടെന്ന് കഴിയും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു വീഡിയോസ് ഫസ്റ്റ് വീഡിയോ ആണല്ലോ, നിങ്ങൾക്കിനി പറയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും നേരത്തെ അറിയുന്നതായിരിക്കും അല്ലേ. പക്ഷെ എന്തിനാണെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ അല്ലേ. നമ്മൾ അറിയുന്നവർ അവർ അറിയുന്ന രീതിയിൽ ചെയ്യാം.
അപ്പോൾ ഇതെങ്ങനെ ഇത് ഒരു ഈസി മെത്തേഡാണ് കേട്ടോ. ഇതേപോലെ എല്ലാത്തിലും ഇങ്ങനെ കുറച്ച് ഒരുപാടെണ്ണത്തിൽ ചെയ്യരുത്. അങ്ങനെ അത്യാവശ്യം ഒരു 4-5 എണ്ണത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റേത് ഫെവിക്കോള് കട്ട് ചെയ്ത് പോവും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫ്ലവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് കുറച്ചുകൂടെ ഒന്ന് മൂടി കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് അതേപോലെ നമുക്ക് തന്നെ ലീഫും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള പേപ്പറും കൂടെ ഇതിലുണ്ടല്ലോ. അപ്പം ആ ഒരു പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് വഴിയേ കാണാം. നമ്മളപ്പോൾ ആ ഒരു തണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം കേട്ടോ. ഇതേപോലെ ഗ്രീൻ കളറിലുള്ള പേപ്പേഴ്സിൽ ഞാൻ ഇതേപോലെ വരച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് വരച്ചു കൊടുക്കാതെ തന്നെ കട്ട് ചെയ്യുന്ന കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇരുന്നൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ. ഞാൻ ആദ്യം തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കൂടുതലും. കാരണം മറ്റേ ചിലപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിലൊക്കെ മിസ്റ്റേക്ക് വന്നപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അല്ലാത്ത രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ നിശ്ചയമല്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഭംഗി ഉണ്ടാവും കാണാൻ. ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിലുള്ള ഭംഗി നിങ്ങൾ നോക്കണ്ട. വരയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ലുക്കിലേക്ക് വന്നിട്ടില്ലേ. കാരണം ആ ഒരു ഗ്രീനും കൂടെ അവിടെ വന്നപ്പോൾ. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടോ. ഇപ്പം നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ. പിന്നെ അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ലീഫാണ് കേട്ടോ. ലീഫ് ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ ഒന്നുകിൽ ആ ലീഫ് ഫ്ലവർ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് 2 എണ്ണം കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഒരു മുകളിലും താഴെയിട്ട് ആ ഒരു തണ്ടിൻ്റെ മുകളിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെ വെച്ചാൽ ഏകദേശം രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ. പക്ഷേ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്തോളാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ഞാനിത് ഇതേപോലെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടില്ല. അത് കണ്ടില്ലേ, അത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഒന്ന് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി കൊടുക്കുക. പിന്നെ ചിലപ്പോൾ ഈ പേപ്പർ ഇപ്പം നമ്മുടെ കയ്യിലേക്ക് കണ്ടില്ല, ആ റെഡ് കണ്ടില്ലേ അവിടെ, അത് കുറച്ച് കളറുള്ള പേപ്പർ ആയതുകൊണ്ട് അങ്ങനെ ഇതായി കിടക്കുക. നമ്മൾ നോക്കണ്ട. നമ്മൾ ഒന്നുകിൽ അതിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഫാബ്രിക് പെയിൻറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നല്ല കേട്ടോ. എനിക്ക് പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ലോക്കറ്റാണ് കേട്ടോ. നമ്മൾ ചെയിനിൻ്റെ ലോക്കറ്റും ഒരു കമ്മലും ആയിരുന്നു. അപ്പോൾ അതിൽ ഈ കുഞ്ഞ് സ്റ്റോൺ ഉണ്ടാവില്ലേ, അതായത് നമ്മളെ വൈറ്റ് കളറുള്ള സ്റ്റോണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ഡയമണ്ട് എന്നൊക്കെ പറയുന്നതായിട്ട്, അപ്പോൾ ആ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൊടുത്തതാണ്. ഇത് ഈ പ്രാവശ്യം കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഡെക്കറേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം ഒരു പേളിൻ്റെത് ഞാൻ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ തോന്നി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫൈനൽ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റോൺ അതിൻ്റെ മുകളിൽ നിന്ന് ഇളക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ദൗത്യമാണ് കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടല്ലോ, പണ്ടൊക്കെ വാങ്ങുന്നതിൽ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചില ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഒരു മഴത്തുള്ളി പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാം ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ. അപ്പോൾ ആ ഒരു മോഡലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ഫൈനലിൽ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു പേള്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എന്തായാലും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. എനിക്കിഷ്ടമായി കേട്ടോ. ഞാനിവിടെ ഉള്ളൊരു ഫ്ലവർ വേസിനകത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിതാ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ടിഷ്യൂ പേപ്പർ ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് വേണ്ടാത്ത ടിഷ്യൂ പേപ്പറായിരുന്നു. ഞാൻ നല്ല ടിഷ്യൂ പേപ്പറായിരുന്നു കേട്ടോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ ഇതേപോലെ ഇങ്ങനെ കോലം കെട്ടി കിടക്കുന്നൊരു 3 ടിഷ്യൂ പേപ്പറാട്ടോ കിട്ടിയത്. അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ഔൺസ് ഗ്ലാസും കാര്യമൊക്കെ വേണ്ടത്.
അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത വീഡിയോ എനിക്ക് കിട്ടിയില്ല. അത് മറ്റൊന്നുമില്ല, അത് എന്നോട് ഡിലീറ്റ് ചെയ്ത് പോയതാണ് കേട്ടോ. ഇതിങ്ങനെ റൗണ്ട് കിട്ടിയത് വേറെ എങ്ങനെയല്ല, നമ്മൾ ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒരു 3 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം നമ്മളെ വെച്ച ആ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പം നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടില്ലേ, അതങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരൊറ്റ 3 ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നീളങ്ങനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യില്ലേ, അങ്ങനെ ഫോൾഡ് ചെയ്തപ്പം ഇങ്ങനെ 3 സെറ്റായിട്ട് കിട്ടും. നമുക്ക് 3 സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഓരോന്നും വരച്ച് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഗ്ലാസ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കുറച്ച് കട്ടിക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പെറ്റൽസ് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു 3 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എനിക്ക് ഇത്രയും പെറ്റൽസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതെന്നോട് ആക്ച്വലി ആ വീഡിയോ എന്നോട് കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫൈനൽ ലുക്കിലേക്ക് വരാൻ പോവുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ടിഷ്യൂ പേപ്പറാണ്. ഇപ്പോൾ ഫെവിക്കോളും കൂടെ വെക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പോരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അത് നിങ്ങളത്ര കാര്യമാക്കണ്ട. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഉറപ്പാണ് ഫ്ലോപ്പ് ആവും. കാരണം ടിഷ്യൂ പേപ്പറാണ് അത്രയും നൈസായിട്ടുള്ളതുകൊണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലെ കിട്ടി. നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കിലേക്ക് വന്നിട്ടില്ലേ. പക്ഷേ എനിക്ക് 3 ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ അത്ര കട്ടിക്ക് നിൽക്കാത്തത്, കുറച്ചിങ്ങനെ പറ്റി നിൽക്കുന്നില്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നല്ല കട്ടിക്ക് ടിഷ്യൂ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. പിന്നെ ഇതാ ബാക്കി ബാലൻസ് വരുന്ന പേപ്പേഴ്സ് ഞാനിത് അതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, കാരണം നടുക്ക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോള് കിടക്കില്ല, അപ്പോൾ അവിടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, അതും ആ സെയിം ടിഷ്യൂ പേപ്പർ, കാരണം എൻ്റെ അടുത്ത് വേറെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ബാലൻസ് അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ അഡീഷണൽ ടിഷ്യൂ പേപ്പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ ഒന്ന് സെറ്റാക്കിയത്, നമ്മൾ ഈ പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു മടക്ക് പോലെ കിട്ടുന്ന ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിതാ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി കൊടുത്തു. പിന്നെ ഇത് കാണുമ്പം നിങ്ങൾക്കൊരു ഫ്ലവറിൻ്റെ ലുക്കിലേക്കൊക്കെ തോന്നുന്നുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, കാരണം അത് കുറച്ച് കട്ടി കുറവുള്ളതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്കിഷ്ടമായേ. അപ്പോൾ കണ്ടില്ലേ, ഇനി അത് ഞാനൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്, ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ തന്നെ. കാരണം എന്നാലും എനിക്കിത് അതേപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമല്ലോ. ഇതിൽ അവിടെയുള്ള ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ ഓരോ പെറ്റൽസ് ഇതേപോലെ ഇങ്ങനെ, നമ്മളിപ്പോൾ നേരത്തെ റോസ് പെറ്റലിൻ്റെ ചെയ്തിട്ടില്ലായിരുന്നോ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു മടക്ക് വരുത്തിയിട്ട് അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കണ്ടോ. അങ്ങനെ ആകുമ്പോൾ അതിങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ആ ഒരു പെറ്റൽസ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗി തോന്നും. കാരണം ഒന്നാമത്തത് ഇത് ടിഷ്യൂ പേപ്പറാണ്, അപ്പോൾ അത്രയും നൈസായിട്ടുള്ള ഫ്ലവറായിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മടക്കതിൻ്റെ മുകളിൽ വരുമ്പോൾ അങ്ങനെ ഒരു ചുരുങ്ങി വരുന്ന സമയത്ത് അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതാ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അതിനുശേഷം ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എടുക്കുക. അപ്പോൾ കണ്ടോ ഇതേപോലെയായിരുന്നു കേട്ടോ. കണ്ടോ അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ചെറിയൊരു ചുരുക്ക് പോലെ കിടക്കുന്നത്, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതിനുശേഷം ഞാൻ എൻ്റെ അടുത്ത് കുറേ കളേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനുള്ള കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. കാരണം റെഡൊക്കെ കളേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലാക്ക്, കണ്ടോ ബ്ലാക്കിലൊക്കെ ഞാൻ വെള്ളം ചേർത്തിട്ട് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ ഒഴിച്ചത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കൊടുത്താൽ മതി. പക്ഷേ ഞാൻ കുറച്ച് തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് അവിടെ എവിടെയോ കുറച്ച് ഷെയ്ഡ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഫൈനലിലേക്ക് വന്നപ്പോൾ അത് ഭംഗി തോന്നി കേട്ടോ. ഇതിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറ് അങ്ങനെയൊക്കെ കളേഴ്സ് ആണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ ഒരു വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ചുവപ്പുമായി ആവാമെന്ന് വിചാരിച്ചിട്ടൊന്ന് റെഡ് കൊടുത്തുന്നേ ഉള്ളൂ. റെഡ് കൊടുത്തപ്പോഴും കുഴപ്പമില്ല. പിന്നെ ഞാൻ സെൻറ്ററിൽ ഇതേപോലെ യെല്ലോ കളറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഇല്ലേ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും ഇങ്ങനെ അപ്പോൾ നിങ്ങൾ കളർ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വേഗത്തിൽ ചെയ്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാകും. അപ്പോൾ സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ.
പിന്നെ അതിനുശേഷം നമ്മുടെ നേരത്തെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ ഒരു സ്റ്റിക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്ക് അതേപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ പഴയ മെത്തേഡ് തന്നെ നമ്മൾ ലീഫ് വെക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം ഒരു വ്യത്യാസമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ അടിയിലേക്ക് ഇതേപോലെ നമ്മൾ ചെയ്തിട്ടില്ലേ, ഇത് ഫസ്റ്റത്തേൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ടായിരുന്നു കൊടുത്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാൻ. എന്നിട്ടായിരുന്നു ഫെവിക്കോൾ വെച്ച് ഇത് ഞാനിങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി. എന്നിട്ട് ആ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്തതാണ്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഷെയ്ഡ് ചെയ്തതിൽ കണ്ടില്ല. ചില സ്ഥലത്ത് കുറച്ച് ഡാർക്കായിപ്പോയോ അത് ഭംഗി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലർക്ക് ഇങ്ങനെ കാണാനായിരിക്കും കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെർഫെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയാൽ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ഐറ്റംസ് മതി, നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.